വെൽക്കം ടു കൊൽക്കത്ത. കൊൽക്കത്ത എത്തിയിട്ടാ, ബാക്ക് ടു കൊൽക്കത്ത. ഇന്നലെ രാത്രി സിലിഗുരിന്ന് കയറി ഇന്ന് പുലർച്ചെ കൊൽക്കത്ത എത്തി. സോ വെയിറ്റിംഗ് റൂമിലായിരുന്നു, ഫ്രഷായി. ഇനി ഇന്നത്തെ പരിപാടി കാരണം ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, എക്സ്പ്ലാനേഡ് അടയാറുണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. കാണുന്ന സിയാൽഡ റെയിൽവേ സ്റ്റേഷനില്ലേ, ഇന്ത്യയിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആട്ടാ. ഫസ്റ്റ് നമ്മുടെ ഹൗറ കൊൽക്കത്ത, സെക്കൻഡ് നമ്മുടെ സിയാൽഡ, രണ്ടും വെസ്റ്റ് ബംഗാളാട്ടാ. ഈ റെയിൽവേ സ്റ്റേഷൻ 21 പ്ലാറ്റ്ഫോമും ഹൗറിൽ 23. എൻ്റെ മോനെ എന്മാര് തിരക്കാന്നറിയാം അവിടെ. ഇത് കഴിഞ്ഞാൽ ഛത്രപതി ശിവാജി ആട്ടാ. എന്താ വേറൊരു ഫീല്, നമ്മൾ പഴയ കാലത്ത് പോയ ഫീലില്ലേ. പുറത്ത് മൊത്തം ആ എല്ലാ അംബാസിഡേഴ്സ്, ആ ഉന്തുവണ്ടി തള്ളുന്ന ആൾക്കാർ, വല്ലാത്തൊരു ഫീലാട്ടോ ഈ കൊൽക്കത്ത നഗരത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച. ഫൈനലി റീച്ച് ഈഡൻ ഗാർഡൻ. ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഈഡൻ ഗാർഡൻ. ഇവിടെ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ വിധി മാറ്റിക്കളഞ്ഞു. ഇപ്പം കൊൽക്കത്ത ഒരു ഹാർഡ് കോർ ഫാനാട്ടോ. ഫസ്റ്റ് സീസൺ മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ് കൊൽക്കത്ത. സോ അപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഈഡൻ ഗാർഡൻ കൊൽക്കത്ത ഒന്ന് ഫുള്ള് കറങ്ങണം. നമ്മുടെ ഗ്രൗണ്ടിൽ കയറ്റിയില്ല, അവിടെ കളീൻ്റെ മാത്രമേ കയറ്റുള്ളൂ. ഞാൻ കുറേ ചോദിച്ചു, നടക്കുന്നില്ല. എന്തായാലും ഒന്നുകൂടി വരാം, കളി കാണാൻ വേണ്ടി വരാം. പുറത്ത് കുറേ സ്കൂള് ക്രിക്കറ്റ് കളികൾ, കോളേജ് കളികൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ ഫേമസ് മാർക്കറ്റായ എക്സ്പ്ലാനേഡ് സ്ട്രീറ്റിലെത്തിയിട്ടാ. ഇപ്പുറത്ത് കണ്ട ഒറിജിനൽ ബ്രാൻഡ് നൈക്ക്, പൂമ, അഡിഡാസ് എല്ലാ ബ്രാൻഡും ഉണ്ട്. ഇപ്പുറത്ത് അതിൻ്റെ കോപ്പി വെക്കുന്ന സ്ഥലം. അവിടെ 2000 കൊടുക്കുന്ന സാധനം ഇവിടെ 250.
പൈസ പോകുന്ന വഴി അറിയില്ല. ഈ ഒരു ഭാഗത്ത് വന്ന് വെച്ചാ പുതിയ ബാഗ് മേടിച്ചതാ, അത് ഫുള്ളായി. മാർക്കറ്റ് നല്ല തിരക്കാട്ടാ. ഉച്ച സമയമാണ്, സ്റ്റാർട്ടിങ് ആണ്, എന്നിട്ട് പോലും നല്ല തിരക്കാ. വൈകുന്നേരം മൂത്ത് നിൽക്കും. പക്ഷെ എൻ്റെ ലഗേജ് ഉള്ള കാരണം നടക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈ 2 ലഗേജ് ഫുള്ളാ. ഇതും വിന്ററിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വിന്ററിന്റെ കളക്ഷൻസ് ഇല്ല, 300-350 രൂപ മതി. ലേഡീസിന് കൂടുതൽ. ഒരു 4000-ന്റെ അടുത്ത് പർച്ചേസ് ചെയ്തു കേട്ടോ. എൻ്റെ ഈ യാത്രയിൽ മൊത്തം ചിലവായത് 10-11,000 രൂപ. പക്ഷെ ഇന്ന് മാത്രം ചിലവായത് 4000 രൂപ. പ്ലിങ് പൊട്ടി. എന്തായാലും നാട്ടിൽ പോവല്ലേ, അപ്പം എല്ലാവർക്കും മേടിച്ചു. നമ്മൾ മാത്രം ഹാപ്പി ആയി പോരല്ലോ സ്ഥലങ്ങളെ കണ്ടിട്ട്. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഫാമിലിയോട് ഹാപ്പി ആകുമ്പോൾ അവര് സന്തോഷമല്ലേ.